പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തേനു? ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ചലനവും ചലന നിയമങ്ങളും. ചലനവും ചലന നിയമങ്ങളും എന്ന് പറയുന്ന വളരെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ലോസ് ഓഫ് മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ അല്ലെ, അങ്ങനെ പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ പറഞ്ഞു ഇതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് നമുക്ക് 3 ലോസിനെ കുറിച്ചാണ്, 3 ലോകളെ കുറിച്ചാണ്, 3 നിയമങ്ങളെ കുറിച്ചാണ്. ആരുണ്ടാക്കിയ നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയണത്? ആരുടെ നിയമങ്ങളെ കുറിച്ചാണ് പറയണത്? ന്യൂട്ടന്റെ, സർ ഐസക് ന്യൂട്ടന്റെ നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ 3 നിയമങ്ങൾ തന്നെയാണ്. അതിൽ ഒന്നാമത്തെ, എത്ര നിയമമുണ്ട്? 3 നിയമങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ നിയമം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ നിയമം ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയാ? വാട്ട് ഈസ് ദ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയാ? ന്യൂട്ടന്റെ ഒന്നാമത്തെ നിയമം എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ? ലോ ഓഫ് ഇനർഷ്യ. ലോ ഓഫ് ഇനർഷ്യ എന്നുള്ള പേരും കൂടി ഫസ്റ്റ് ലോക്ക് ഉണ്ട്. ലോ ഓഫ് ഇനർഷ്യ എന്നുള്ള പേരും കൂടി ന്യൂട്ടന്റെ ഫസ്റ്റ് ലോക്ക് ഉണ്ട്. പക്ഷെ എന്താണ് ഈ സ്റ്റേറ്റ് ദ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞു? അല്ലെങ്കിൽ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം പ്രസ്താവിക്കുക, അങ്ങനെ പറയാം. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം പ്രസ്താവിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ദ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറയും. അങ്ങനെ ഒരാൾ നിങ്ങളോട് പറഞ്ഞാല് അത് സ്റ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ പറയാന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രസ്താവിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താ സംഭവം എന്നുള്ളത് പറയാന്നുള്ളതാണ്. എന്താണ് ആ സംഭവം എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞിട്ടാണി. എന്താണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ? ഒരു വസ്തു അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേരേഖ സമചലനത്തിലോ ഒരു അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കും. അതാണ് മലയാളത്തിൽ പറയുമ്പോൾ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. അതായത് ഒരു വസ്തു ഇപ്പൊ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ വെറുതെ പറഞ്ഞ സമയം കഴിഞ്ഞില്ല. എന്നാ ഇംഗ്ലീഷ് മീഡിയക്കാരൊന്ന് പറഞ്ഞിട്ടാണി. ഇതിൽ ഇംഗ്ലീഷ് മീഡിയക്കാരില്ലേ? ഇപ്പൊ every body is continues to be in state of rest or uniform straight line motion unless it compelled by an unbalanced external force. അതായത് every body continues to be in its state of rest or uniform straight line motion unless it compelled by an unbalanced external force. ഒരു unbalanced external force എന്താ നിങ്ങൾക്ക് അറിയാം? unbalanced force അറിയാം, എക്സ്റ്റേണൽ ഫോഴ്സ് അറിയാം, ഫോഴ്സ് നിങ്ങൾക്ക് അറിയാം, ബാലൻസ്ഡ് ഫോഴ്സ് നിങ്ങൾക്ക് അറിയാം. ബാലൻസ്ഡ് ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്താൽ ആ ബോഡിയിലെ നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? ഒരു സന്തുലിത ബലം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇന്റേണൽ ഫോഴ്സ്, അതായത് ആന്തരിക ബലം, ഉള്ളിന്ന് പ്രയോഗിക്കുന്ന ബലം, അതിനുള്ള ആന്തരിക ബലം ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയാം. ഇന്റേണൽ ഫോഴ്സ് പ്രയോഗിച്ചാൽ ഒരു ബോഡീനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ചലിപ്പിക്കാൻ കഴിയില്ല. അത് പറയുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഉള്ളിന്ന് തള്ളിയാൽ ഒരു ബോഡിനെ മൂവ് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. ഏതാ ഡൗട്ട് ഉണ്ടോ? മക്കളെ ഇല്ല? എന്നാലേ നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് കിട്ടൂടാ? അത് നിങ്ങൾ വിശ്വസിക്കണോ ആ പരിപാടി? അതായത് ഉള്ളിന്ന് പ്രയോഗിച്ച വസ്തു നീങ്ങൂല എന്നുള്ള നിങ്ങൾ വിശ്വസിക്കണം. ഒരു കാറിന്റെ ഉള്ളിന്ന് കാറ് തള്ളിയാൽ കാറ് നീങ്ങൂല. എല്ലാ സാധനവും അങ്ങനെ തന്നെ. ഉള്ളിന്ന് തള്ളിയാല് അല്ലെങ്കിൽ ഉള്ളിന്ന് ഒരു ഫോഴ്സ്, ഇന്റേണൽ ഫോഴ്സ് പ്രയോഗിച്ചാൽ, ആന്തരിക ബലം പ്രയോഗിച്ചാല് ആ ബോഡീനെ ചലിപ്പിക്കാൻ കഴിയൂല, മൂവ് ചെയ്യിപ്പിക്കാൻ കഴിയൂല. ഇത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്, ഉറപ്പല്ലേ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എന്നാലേ നിങ്ങള് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇതിന്റെ ആൻസർ നിങ്ങൾ കൊണ്ടുവരണം. ഇത് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അറിയാമെങ്കിൽ ഇപ്പൊ തന്നെ പറയാട്ടോ. നമ്മളെ ഇങ്ങനെ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു സാധനങ്ങൾ, ഒരു ബലൂണിന്റെ മാതിരി, ഒരു റബ്ബറിന്റെ ഒരു ബലൂണിന്റെ മാതിരി ഒരു സാധനം, അതിന്റെ ഉള്ളിൽ ഒരാള് കയറിയിട്ട് അങ്ങനെ തള്ളി 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 അങ്ങനെ ഉരുട്ട് ഇങ്ങനെ കൊണ്ടുപോകണുണ്ടോ നിങ്ങള്? അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതായത് നമ്മളെന്താ പറയാ, ടിവിയിൽ ഈ ചില റിയാലിറ്റി ഷോകളിലൊക്കെ, ഏത് റിയാലിറ്റി ഷോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഇതിലൊക്കെ കാണാനൊക്കെ ഉണ്ട്. അതിനുള്ളിൽ കയറിക്കാണ്ട്
ഇങ്ങനെ അത് നമ്മളെ ചില പാർക്കുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനുള്ളിൽ കയറിയിരിക്കും. എന്നിട്ട് ആ ഒരു ഉരുണ്ട ബോളിന്റെ മാതിരി വലിയൊരു ബോളിന്റെ ഒരു മാതിരി സാധനം അതിന്റെ ഉള്ളിൽ കയറിക്കാണ്ട് അങ്ങനെ തള്ളുമ്പോ അങ്ങനെ ഉരുണ്ട് ഇങ്ങനെ പോകണം. അപ്പൊ അത് നമ്മൾ ആ ബോളിന്റെ ഉള്ളിൽ നിന്നും പ്രയോഗിക്കുന്ന ഫോഴ്സ് ആണ്, എന്നിട്ട് അത് ഉരുണ്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ നിയമം തെറ്റാണോ എന്നുള്ളത് ഡൗട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. തെറ്റൊന്നല്ല, ഇത് ആ നിയമം ശരിയാകും വേണം, എന്നാ ഇതും നടക്കുന്നുണ്ട്. രണ്ടും കൂടി എന്താ കാരണം എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് അവസാനം ഒന്ന് പറഞ്ഞു തന്നാ മതി കേട്ടോ. ഒരു തിരഞ്ഞ് ഞാൻ പറഞ്ഞ ഇപ്പൊ കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിന്റെ കാരണം? കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അത് റൗണ്ട് ഷേപ്പിലായതുകൊണ്ടാ. റൗണ്ട് ഷേപ്പിലായതുകൊണ്ടാണ്. റൗണ്ട് ഷേപ്പിലായാലും ഇന്റേണൽ ഫോഴ്സ് അല്ല അവിടെ ആക്ട് ചെയ്യുന്നത്. ഇന്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചലിക്കുന്നത്? ഏത് ഷേപ്പിലാണെങ്കിലും ഇന്റേണൽ ഫോഴ്സ് കൊണ്ട് ഒരു ബോഡീനെ ചലിപ്പിക്കാൻ കഴിയില്ല. ഇന്റേണൽ ഫോഴ്സ് കൊണ്ട് ഒന്നിനെയും ചലിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് ഏത് ഷേപ്പ് ആയാലും അങ്ങനെ തന്നെയാണ്. ഇനി ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് എന്ന് പറയാന്നറിയോ, ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ നമ്മൾ പറയില്ല, അടുത്ത ചാപ്റ്ററും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ അത് പറഞ്ഞു തന്നെ ആൻസർ. ഇപ്പൊ പറയുന്നില്ല, ഇപ്പൊ പറയണ്ട, അടുത്ത ചാപ്റ്ററും കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ. സർ, ബലൂണിനേക്കാൾ വെയിറ്റ് കൂടുതലായതാ? അതൊന്നുമല്ല, വേറൊരു സംഭവമാണ്. ആ സംഭവം നമ്മൾ അടുത്ത ചാപ്റ്റർ കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ആയിക്കോട്ടെ. അപ്പൊ ഇനി നമുക്ക് പറയാം. അപ്പൊ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിച്ചു. ആ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ നിങ്ങള്? ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിലേക്ക് കടക്കാണ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിലേക്ക് നമ്മൾ കടക്കാണ്. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, രണ്ടാം ചലന നിയമം എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് കുറച്ച് വാക്കുകൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ആ വാക്കുകൾ നമുക്ക് ആദ്യം കണ്ട് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. മാസ് നമ്മൾ ഏത് ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം? എം കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. മാസിന്റെ ഒരു യൂണിറ്റ് ഉണ്ട്. മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. വേറെ യൂണിറ്റുകൾ പറയരുത് കേട്ടോ. ഗ്രാമും കിലോ. നമ്മള് യൂണിറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോ ഒറ്റടിക്ക് നമ്മൾ പറയേണ്ടത് കിലോഗ്രാം എന്ന് പറയുന്ന ഈ യൂണിറ്റ് തന്നെ പറയണം. കാരണം ഇതാണ് ഇതിന്റെ SI യൂണിറ്റ്. ഇനി മാസിനെ കുറിച്ച് പറയുമ്പോ എം എന്നുള്ള യൂണിറ്റ് കൊണ്ട് സൂചിപ്പിക്കും. കിലോഗ്രാം ആണ് അതിന്റെ യൂണിറ്റ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? മാസ് ഉണ്ട്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏത് വസ്തു എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ മാസ് ഉണ്ടാകും. മാസ് ഇല്ലാത്ത ഒരു സാധനവും ഈ പ്രപഞ്ചത്തിലില്ല. ആർക്കെങ്കിലും അത് പറഞ്ഞപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. മാസ് ഇല്ലാത്ത എന്തെങ്കിലും സാധനങ്ങൾക്ക് അറിയോ? മാസ് ഇല്ലാത്ത എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പേരൊന്ന് പറഞ്ഞുതരോ നിങ്ങള്? മാസ് ഇല്ലാത്ത എന്തെങ്കിലും സാധനം അറിയോ? എയറിന് മാസ് ഉണ്ടോ? എയറിന് മാസ് ഉണ്ട്. മാസ് കുറവാണ് എന്നേ ഉള്ളൂ. മാസ് ഉണ്ട്. മാസ് ഇല്ലാത്ത ഒരു സാധനം. എവിടെ ഓവറായിട്ട് ലൈറ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് കാണാത്തോ? ബോർഡുമേ അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇപ്പൊ ഓക്കെയാണ്. ഓക്കെയാണ്. ഞാൻ വരുമ്പോഴാണ് ഇത് പോണത് അല്ലെ? അത് എന്താ അറിയോ, ഒന്നാമത് എനിക്ക് ഇത് ഭയങ്കര പ്രകാശമാണ് എന്റെ മുഖത്ത്. നിങ്ങൾ പുറത്താരോടും പറയുന്നു. രണ്ടും കൂടി ആവുമ്പോഴേ താങ്ങുണ്ടാവും. അപ്പൊ മാസിന്റെ ലെറ്റർ എന്ന് പറയുന്നത് M ആണ്. അതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഇനി അപ്പൊ അതങ്ങോട്ട് മാറ്റി വെക്കാം. മാസ് ലോകത്തിലുള്ള സാധനങ്ങൾക്കും എയറിനും ഏത് കട്ടി കുറഞ്ഞ സാധനങ്ങൾക്ക് പോലും മാസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എല്ലാ സംഭവങ്ങൾക്കും മാസ് ഉണ്ട്. ഓക്കെ, അതോടെ നിൽക്കട്ടെ. അപ്പൊ മാസ് എന്ന് പറയുന്ന സാധനത്തിന് തീരുമാനമാണ്. ഇനി നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം. വെലോസിറ്റിയെ നമ്മൾ V എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഞാനൊരു വാക്ക് പറയാം, അത് ശരിയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം. ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും വെലോസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും വെലോസിറ്റി ഉണ്ട്, ശരിയാണോ? ഉണ്ടോ? ഉണ്ടാവൂല. നമ്മൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കുന്ന സാധനത്തിന്റെ വെലോസിറ്റി ഉണ്ടാവില്ല. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലുള്ള ഒരു സാധനത്തിന്റെ വെലോസിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഭൂമിയിലുള്ള എല്ലാവർക്കും വെലോസിറ്റി ഒന്നുമില്ല.
പക്ഷേ വെലോസിറ്റി രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് നമ്മൾ പറയുമ്പോൾ വെലോസിറ്റി എന്ന് മാത്രം പറയുകയാണെങ്കിൽ v എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. പിന്നെ അതുപോലെ അങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ പറയും, ഇങ്ങനെ ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം. വെലോസിറ്റിന്റെ മലയാളം പ്രവേഗം എന്നാണ്. ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്നെടുത്ത് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ രണ്ട് വെലോസിറ്റി ഉണ്ട്, ആദ്യത്തെ സമയത്തുള്ള വെലോസിറ്റിയെ നമ്മൾ ഏത് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക? ആദ്യത്തെ സമയത്തുള്ള വെലോസിറ്റിനെ ഏത് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക? u എന്നുള്ള പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. സാധനങ്ങളൊക്കെ സെയിം തന്നെയാണ്, യൂണിറ്റ് ഒക്കെ സെയിം ആണ്. എന്നാൽ ഫൈനൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം, നമ്മൾ പറയുമ്പോൾ രണ്ട് വെലോസിറ്റി തന്നിട്ട് അവസാന സമയത്തുള്ള വെലോസിറ്റിയെ നമ്മൾ സൂചിപ്പിക്കാറുള്ളത് ഏത് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക? ഫൈനൽ വെലോസിറ്റിയെ v എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. എനിക്ക് വേണ്ടത് ചേഞ്ച് ഇൻ വെലോസിറ്റി. എങ്ങനെ ചേഞ്ച് ഇൻ വെലോസിറ്റി? പ്രവേഗ മാറ്റം. പ്രവേഗ മാറ്റം ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാല് ഇതെന്താ സംഭവം നിങ്ങൾക്ക് അറിയാം? പ്രവേഗത്തിലുള്ള മാറ്റം, അതല്ലേ പ്രവേഗ മാറ്റം എന്ന് പറഞ്ഞാല്? പ്രവേഗ മാറ്റം എന്ന് പറഞ്ഞാല് പ്രവേഗത്തിലുള്ള മാറ്റം. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ മതി. ചേഞ്ച് ഇൻ വെലോസിറ്റി രണ്ടും കൂടി മൈനസ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് അറിയാം. പിന്നെ ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ചാപ്റ്റർ തുടങ്ങാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗത്തിലേക്ക് പോകാം. ആക്സിലറേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ, ത്വരണം കണ്ടെത്താനുള്ള സമവാക്യം. ത്വരണത്തിന്റെ സമവാക്യം എന്താണ്? v minus u by t. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ആരെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ആരെങ്കിലും എഴുതാത്തുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ ആണല്ലോ? Okay. അപ്പൊ ഇനി നമ്മളെ ചാപ്റ്ററിലേക്ക് വരികയാണ്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, ഞാനൊരു കല്ലെടുത്ത കണ്ട് എന്ത് ചെയ്തു, നമ്മളെ ഷയാനെ ഒന്ന് എറിഞ്ഞു കൊടുത്തു. ഒരു കല്ലുകൊണ്ട് ഷയാനെ ഒറ്റ എറിഞ്ഞു. എന്താ ഉണ്ടാവുക? ഷയാന്റെ മേത്ത് കൊള്ളുമ്പോ എന്താ ഉണ്ടാവുക? വേദനിക്കും. ആ കല്ല് എന്ത് ചെയ്തു? ഞാന് എറിഞ്ഞതിന് പകരം, കല്ലെറിയ എന്ന് പറയുമ്പോ കല്ലിന് മാസുണ്ടോ? മാസുള്ള ഒരു സാധനം കല്ല് എറിയ എന്ന് പറയുമ്പോ അങ്ങോട്ട് ഇങ്ങനെ തെറിച്ചു പോവാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് വെലോസിറ്റി ഉണ്ടോ? വെലോസിറ്റി ഉണ്ട്. കല്ലിന് മാസും ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. അവിടെ തട്ടുമ്പോ ഓനക്ക് എന്താ കിട്ടിയത്? എന്താ ഉണ്ടായത്? ഓന്റെ മേത്ത് തട്ടിയപ്പോ ഓനക്ക് എന്ത് അനുഭവപ്പെട്ടു? വേദന എന്ന ഒരു സംഭവം ഓന്റെ മേത്തുണ്ടായി, അല്ലെ? ഈ വേദന എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ടായി, ഒരു എന്താ പറയാ, ഒരു പ്രതിഭാസം, അല്ലെങ്കിൽ എന്താ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. വേദന എന്ന് പറയുന്ന അനുഭവം എന്തൊക്കെ തമ്മിൽ കൂടിയപ്പോഴാണ്? മാസും പ്രവേഗവും, മാസും വെലോസിറ്റിയും ഉണ്ടായപ്പോ വേദന എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഓന്റെ മേത്തുണ്ടായി. ഇനി നോക്കുക, ഒരു ബോള്, ആ ബോള് ഞാന് ഒരു പാത്രത്തിൽ മണലെടുത്തിട്ട് അല്ലെങ്കിൽ കടപ്പുറത്ത് പോയിട്ട് ഒരൊറ്റ ഏറ് താഴത്തേക്ക്, എങ്ങനെ ഒരൊറ്റ ഏറ് താഴത്തേക്ക് അങ്ങോട്ട് എറിഞ്ഞപ്പോ ഈ മണല് ഇങ്ങനെ നേരെ, മണലല്ല, ഈ ബോള് നേരെ അങ്ങോട്ട് പോയിട്ട് മണലില് തട്ടി. ബോള് നേരെ അങ്ങോട്ട് പോയിട്ട് എവിടെ തട്ടി? മണലില് തട്ടി. തട്ടിയ മണലില് എന്താ, ഒരു കുഴി മാതിരി ഉണ്ടാവൂലേ? ബോള് നല്ല സ്പീഡ് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡ് മണലിൽ ഇങ്ങനെ തട്ടുമ്പോ കടപ്പുറത്തുള്ള മണലിൽ എന്തുണ്ടാകും? ഒരു കുഴി പോലെ ഇങ്ങനെ അനുഭവപ്പെടൂലേ? ഉണ്ടാവൂലേ? ബോള് തട്ടി കൊടുത്ത ഒരു കുഴി പോലെ അനുഭവപ്പെടൂലേ? അവിടെ നമ്മൾ നോക്കുക, ആ ബോളിന് മാസ് ഉണ്ടോ? എന്താ സംശയം? ബോളിന് മാസ് ഉണ്ട്. ആ ബോള് മണലിലേക്ക് പോയിക്കൊണ്ട് ഇങ്ങനെ വീഴുമ്പോ അതിന് വെലോസിറ്റി ഉണ്ടോ? അങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോ അതിന് വെലോസിറ്റി ഉണ്ടോ? വെലോസിറ്റി ഉണ്ട്, മാസും ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. ആ മണലിൽ അങ്ങോട്ട് തട്ടിയപ്പോ അവിടെ ഉണ്ടായ ഒരു എഫക്റ്റ്, ആ വീഴ്ച, മാസുള്ള ഒരു സാധനം വെലോസിറ്റിയിൽ സഞ്ചരിച്ചിട്ട് മണലിൽ തട്ടിയപ്പോ അതിനുണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ എഫക്റ്റ് എന്ന് പറയുന്നത്, ഒരു ഫലം എന്ന് പറയുന്നത്, മണലിൽ കുഴി എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ടായി. അല്ലെ? ഇനി മറ്റൊന്നും കൂടിയും പറഞ്ഞുതരാം. വേറെ ഒരു എക്സാമ്പിൾ പറയാം. വേറെ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ പറയണല്ലോ.
എന്താ പറയാ നിങ്ങൾ തന്നെ പറഞ്ഞാട്ടിരുന്നാലും. ഇതേപോലത്തെ മാസും വെലോസിറ്റി ഉള്ള ഒരു സാധനം തട്ടുമ്പോ എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാം നിങ്ങള്. എന്നാലോചിച്ച് നോക്കി, മാസും വെലോസിറ്റി ഉള്ള മാസ് എല്ലാ സാധനത്തിനും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏത് സാധനം എടുത്താലും അതിനൊക്കെ മാസ് ഉണ്ടാവും. ഇനി വെലോസിറ്റി പോയിട്ട് എവിടെയെങ്കിലും തട്ടുമ്പോ അവിടെ ആ തട്ടപ്പെടുന്ന സ്ഥലത്ത് ഒരു എഫക്റ്റ് ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു സാധനം എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതരാം. ഏതാ? ആർച്ചറി. മോർച്ചറിയോ? ആർച്ചറി. മനസ്സിലായില്ല. മോർച്ചറി അറിയാം. അമ്പെയ്ത്ത്. ആ, അമ്പ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. മാസുള്ള ഒരു സാധനം അങ്ങനെ മലയാളത്തിലൊക്കെ പറയില്ല, നമുക്ക് മലയാളത്തിൽ അറിയുള്ളൂ എങ്ങനെ. അപ്പൊ അങ്ങനെ അമ്പ് ചെയ്യുമ്പോ എന്ത് ചെയ്തു, ഇതിങ്ങനെ നേരെ പോയിട്ട് അവിടെ തട്ടും. അമ്പിന് മാസ് ഉണ്ട്. അവിടെ പോയിട്ട് തട്ടുമ്പോ ആ തട്ടുന്ന സ്ഥലത്ത് ഒരു വെലോസിറ്റി ഉണ്ടാവുമല്ലോ. പോകുമ്പോ വെലോസിറ്റി ഉണ്ട്, അവിടെ തട്ടുമ്പോ ഒരു എഫക്റ്റ് ഉണ്ടാവും അല്ലെ? അപ്പൊ അത് ഒരു എന്താ പറയാ, അതും ഈ സംഭവം തന്നെയാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ എന്തോ നീ പറയാൻ നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് ഈ പറഞ്ഞത്, അത് മറന്നു. അപ്പൊ എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ മാസും വെലോസിറ്റി ഉള്ള ഒരു സാധനം എവിടെയെങ്കിലൊക്കെ തട്ടുമ്പോ അതിനൊരു എഫക്റ്റ് ഉണ്ടാകും. ഞാൻ പറയാൻ ഈ എഫക്റ്റ് ആണ്. ഞാനേ ഇങ്ങനെ ഒരു സാധനം നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. കുറെ ബോളുകൾ നൂലിൽ കെട്ടി തൂക്കിയിട്ടുണ്ടാവും. ഒരേപോലത്തെ ബോളുകൾ നൂലിൽ കെട്ടി തൂക്കിയിട്ടു. ഈ ബോളുകൾക്കൊക്കെ മാസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? ഉണ്ടല്ലോ, ഇതിനൊക്കെ മാസ് ഉണ്ട്. ഒക്കെ ഈക്വൽ മാസ് ആണ്. ഒരേപോലത്തെ ബോളുകളാണ്, ഈക്വൽ മാസ് ആണ് വിചാരിക്കാം. ഞാൻ എന്ത് ചെയ്തു, ഈ ഒന്നാമത്തെ ബോൾ ഇതാ, ഒന്നാമത്തെ ബോള്, ഈ ഒന്നാമത്തെ ബോൾ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആട്ടിയിട്ട് ഒറ്റ വിടല്. അപ്പൊ എന്താ ഉണ്ടാവാന്നറിയോ, ഇതിങ്ങനെ പോയിട്ട് ആടിയിട്ട് ഇവിടെ തട്ടും. ഈ ബോളുമ്പോ തട്ടൂലേ? തട്ടോ? ഇവിടെ തട്ടി. ഇവിടെ തട്ടുമ്പോ എന്താ ഉണ്ടാവാന്നറിയോ, ഈ അറ്റത്തുനിന്ന് ഒരു ബോൾ തെറിച്ചു. ഇവിടുന്ന് നമ്മള് ആട്ടിയിട്ട് ഇവിടെ വിട്ടപ്പോ ഇതിവിടെ തട്ടി, ആ എഫക്റ്റിന്റെ ഫലമായിട്ട് ഇവിടുന്ന് ഒരു ബോൾ തെറിച്ചു. ആടിയിട്ട് വരും, ഒറ്റ ബോൾ ഇട്ടാവും, ഒറ്റ ബോൾ മാത്രം തെറിച്ചു. കാരണം അതും ഇവിടെ മാസുള്ള ഒരു സാധനം, ഈ മാസുള്ള സാധനം ഒരു വെലോസിറ്റിയിൽ വന്ന് ഇവിടെ തട്ടിയപ്പോ ഉണ്ടായ ഒരു എഫക്റ്റ് ആണ് ഈ സാധനം. ഈ ഒരു ബോൾ തെറിച്ചു പോകാൻ. ഞാൻ ഇവിടുന്ന് രണ്ട് ബോളുകൾ ഒരുമിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ട് വിട്ടാലേ രണ്ട് ബോൾ ഇവിടെ തട്ടും. ഇവിടെ തട്ടുമ്പോ ഇവിടുന്ന് രണ്ട് ബോളുകൾ തെറിച്ചു. അങ്ങനെയാണ്, രണ്ട് ബോൾ തട്ടുമ്പോ രണ്ടെണ്ണം തെറിച്ചു. മൂന്നെണ്ണം വെച്ചാല് മൂന്നെണ്ണം തെറിച്ചു ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, രണ്ടെണ്ണമല്ലേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ രണ്ടെണ്ണം തെറിച്ചു. പക്ഷെ ഇവിടെ മൂന്നെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നെണ്ണം തെറിച്ചു പോകണം. അങ്ങനെയാണ്. ഈ എത്ര ബോളാണോ ഇങ്ങോട്ട് വലിച്ചു വിട്ടത് അത്രയും ബോളുകൾ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും തെറിച്ചു പോകുന്നതായിട്ട്, തെറിച്ചു പോകാനാണ് പറന്നു പോകാന്നല്ല, അതേപോലെ ഇങ്ങനെ ആടിക്കടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതും മാസുള്ള ഒരു സാധനം വെലോസിറ്റിയിൽ സഞ്ചരിക്കുമ്പോൾ എഫക്റ്റ് ആണ്. അതായത് മാസുള്ള ഒരു സാധനത്തിന് വെലോസിറ്റി കൂടി ഉണ്ടെങ്കിൽ, മാസ് എല്ലാവർക്കും ഉണ്ട്, മാസുള്ള ഒരു സാധനത്തിന് വെലോസിറ്റിയും കൂടി ഉണ്ടെങ്കിൽ അതിന് എന്തോ ഒരു എഫക്റ്റ്, എല്ലാം ഒരേപോലെ അല്ല. ചിലയിടത്ത് വേദനയായിരിക്കും, കല്ലെടുത്ത് എറിയുമ്പോൾ വേദനയായിരിക്കും, മണലിലാണെങ്കിൽ കുഴിയായിരിക്കും, പിന്നെ ഇവിടെയാണെങ്കിൽ ആ ബോൾ തെറിച്ചു പോകുന്ന, അങ്ങനെ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ, ഒരു പ്രത്യേക കഴിവുണ്ട്. ഉണ്ടല്ലോ, ഉണ്ടോ? മാസ് വെലോസിറ്റിയും കൂടി ചേരുമ്പോ എന്തോ ഒരു പ്രത്യേക ഒരു എഫക്റ്റ് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ആ എഫക്റ്റിനെ, ആ ഒരു സംഭവത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ആ വേദന എന്ന് പറയുന്ന സംഭവം, ആ കുഴി ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള ആ സംഭവത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൊമന്റം എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും. മൊമന്റം. മലയാളത്തിൽ അതിനെ ആക്കം എന്ന് വിളിക്കും. ആക്കം, ആക്കം അല്ലെങ്കിൽ മൊമന്റം. മറക്കണ്ട, ആക്കം അല്ലെങ്കിൽ മൊമന്റം. ഇത് ഏതക്ഷരം, നമുക്ക് ഫിസിക്സ് ആണല്ലോ, എന്ത് പഠിച്ചാലും ഏതെങ്കിലും ഒരു അക്ഷരം കൊണ്ട് സൂചിപ്പിക്കണം. ഇതിനെയും നമുക്ക് അക്ഷരം കൊണ്ട് സൂചിപ്പിക്കണം. ഏത് അക്ഷരേക്കാരം നമ്മൾ കൊടുക്കുക? മൊമന്റത്തെ അല്ലെങ്കിൽ ആക്കത്തെ. സ്കൂളിൽ എടുത്തത് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടാവില്ല, എന്തായാലും കുഴപ്പമില്ല. മൊമന്റത്തിനെ അല്ലെങ്കിൽ ആക്കത്തെ നമ്മൾ സൂചിപ്പിക്കുന്ന അക്ഷരം ഇതാണ്, പി എന്ന് പറയുന്ന അക്ഷരം. ഇനിയിപ്പോ മലയാളക്കാര് പറയണ്ട ഓൾഡാണെന്ന് പറയണ്ട, ഇംഗ്ലീഷുകാര് ഓൾഡാണെന്നും പറയണ്ട, രണ്ടാളും അല്ല. പി നടു കൊടുത്തു, രണ്ടാൾക്കും വേണ്ട. അപ്പൊ മൊമന്റത്തിനെ അല്ലെങ്കിൽ ആക്കത്തെ സൂചിപ്പിക്കാറുള്ളത് ഏതക്ഷരം കൊണ്ടാണ്? ഏതക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത്?
പി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. പി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇനിയിപ്പോ ഇത് ഒരു എഫക്റ്റ് ആണ്. ഇങ്ങനെ പറഞ്ഞുതരാൻ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ മൊമെന്റം. ഇനിയിപ്പോ ഒരാൾ ഒന്നുകാണ്ട് നിങ്ങളോട് ചോദിക്കാണ്, അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കാണ് വാട്ട് ഈസ് മൊമെന്റം എന്ന് ചോദിച്ചാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണല്ലോ. ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ പറഞ്ഞ ഓൽക്കും തിരിയില്ല എന്താ സംഭവം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടൊരു എന്താ പറയാ ഒരു ഇക്വേഷൻ ഉണ്ട്, ഒരു ഡെഫിനേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡെഫിനേഷൻ നമുക്ക് പിന്നെ പറയാം. ഇനി ഒരു വസ്തുവിന് എത്ര മൊമെന്റം, എത്രത്തോളം ആ എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. അതിന് ഞാൻ രണ്ട് ചെറിയ പരിപാടികൾ ചെയ്യാണ്. ഒന്ന് നമ്മളെ രണ്ടാൾക്കാരെ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഒന്ന് നമ്മളെ ഫാത്തിമ റിഫ ഉണ്ട്, അതുപോലെ തന്നെ ആദിലുണ്ട്. ഇവരെ രണ്ടാളെയും കൂടി പിടിച്ചാണ്ട് ഒരു കാര്യം ചെയ്യാണ്. എന്റെ കയ്യിൽ 2 കല്ലുണ്ട്. ഞാൻ രണ്ടാളെയും ഒരേ പ്രവേഗത്തില് അങ്ങോട്ട് എറിഞ്ഞു. നോക്കാം ആക്കം എന്താ, മൊമെന്റം എന്താ, കാണാനുള്ള ഇക്വേഷൻ ഉണ്ടാക്കാട്ടോ. എന്തൊക്കെ കാര്യങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ഒരു കല്ലെടുത്ത കണ്ട് ഒരേ പ്രവേഗത്തിൽ ഒരേ വെലോസിറ്റിയിൽ രണ്ടാളി എറിഞ്ഞു. പക്ഷേ ഫാത്തിമ റിഫൻ എറിഞ്ഞ കല്ലിന് 10 കിലോഗ്രാം മാസ് ഉണ്ട്. നമ്മുടെ ആദിലിന് എറിഞ്ഞ കല്ലിന് 30 കിലോഗ്രാം മാസ് ഉണ്ട്. ആർക്കാ കൂടുതൽ വേദന ആവാ? ഏത് കല്ലുകൊണ്ട് എറിയുമ്പോഴാ കൂടുതൽ വേദന ഉണ്ടാവുക? 10 കിലോഗ്രാം മാസ് ഉള്ള കല്ല് കൊണ്ട് എറിയുമ്പോഴാണോ? 30 കിലോഗ്രാം മാസ് ഉള്ള 30 കിലോഗ്രാം മാസ് ഉള്ള കല്ല് കൊണ്ട് എറിയുമ്പോ കൂടുതൽ വേദന ഉണ്ടാവും. കാരണം അവിടെ മാസ് കൂടുതലാണ്. മാസ് കൂടുതലാകുമ്പോ ആ വേദന എന്ന് പറയുന്ന എഫക്റ്റും കൂടും. നിങ്ങൾക്കറിയാം അല്ലെ? ഇനി വേണ്ട, നമ്മള് കടപ്പുറത്ത് പോയിട്ട് നിന്റെ അടുത്ത് ഒരു റബ്ബറിന്റെ ക്രിക്കറ്റ് ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ബോൾ കൊണ്ട് മണലിലേക്ക് എറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഷോർട്ട് പുട്ടിന്റെ ബോൾ ഉണ്ടല്ലോ, ഇരുമ്പിന്റെ, അതെടുത്താണ് മണലിലേക്ക് എറിഞ്ഞു. എപ്പോഴാണ് രണ്ടും ഒരേ പ്രവേഗത്തിലാണ് എറിഞ്ഞത്, ഒരേ വേഗതയിലാണ് എറിഞ്ഞത് എന്നുണ്ടെങ്കിൽ, ഒരേ വെലോസിറ്റിയിലാണ് എറിഞ്ഞത് എന്നുണ്ടെങ്കിൽ ഏത് ചെന്ന് വീഴുമ്പോഴാണ് നല്ല ആഴത്തിലുള്ള കുഴി ഉണ്ടാവുക? ഷോർട്ട് പുട്ടിന്റെ. ഷോർട്ട് പുട്ട്. കാരണം എന്താ? അതിന് മാസ് കൂടുതൽ. എന്ത് കൂടുതലാണ്? മാസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാല് മാസ് കൂടുമ്പോ നമ്മൾ ആ പറഞ്ഞ എഫക്റ്റ്, അതായത് മൊമെന്റം കൂടുന്നുണ്ട്. മൊമെന്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് മാസ് എന്നുള്ളത്. മാസ് കൂടുമ്പോ മൊമെന്റം കൂടും. അത് അവിടെ നിന്ന് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോ ആ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ 2 ഒരേ പോലത്തെ കല്ലെടുത്തു. 2 ഒരേപോലത്തെ കല്ല്, രണ്ടും 10 കിലോഗ്രാം മാസ് വീതമുള്ള 2 കല്ലുകൾ എടുത്തിട്ട് നമ്മളെ ആദിലിനെ എറിയാണ്. 2 കല്ലുകൊണ്ടും ആദിലിനെ തന്നെ എറിഞ്ഞത്. ആദ്യം ഒന്ന് എറിഞ്ഞു, അതിന്റെ വെലോസിറ്റി ഒരു 20 മീറ്റർ പെർ സെക്കൻഡ്, അത്ര സ്പീഡിലാണ് എറിഞ്ഞത്. അത് കഴിഞ്ഞ് അടുത്ത കല്ലുകൊണ്ട് എറിഞ്ഞു, 60 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ എറിഞ്ഞു. ഏത് കല്ലുകൊണ്ട് എറിയുമ്പോൾ അവനക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ എറിലാണോ ഒന്നാമത്തെ എറിലാണോ അവർക്ക് വേദന കൂടുതൽ ഉണ്ടാവുക? രണ്ടാമത്തേല് വേദന കൂടും എന്ന് നിങ്ങൾ പറയാനുള്ള കാരണം എന്താ? വെലോസിറ്റി അല്ലെ? നമുക്ക് തന്നെ അറിയാം, ഒരാള് കല്ലുകൊണ്ട് മെല്ലെ എറിയുമ്പോ ചെറിയ വേദന ഉണ്ടാവുള്ളൂ. ആ സ്ഥാനത്ത് കല്ലെടുത്താണ് ഏറ്റവും അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നല്ല വേദന ഉണ്ടാവും. വെലോസിറ്റി, നല്ല സ്പീഡ് എറിയുമ്പോ, നല്ല വെലോസിറ്റിയിൽ എറിയുമ്പോ എന്ത് കൂടും? ആ വേദന എന്ന് പറയുന്ന എഫക്റ്റ് അവിടെ കൂടും. അതാണ് രണ്ടാമതായിട്ട് ആ വേദന എന്ന് പറയുന്ന എഫക്റ്റ് ഉണ്ടല്ലോ. ഇനി മണലിലേക്ക് എറിയാണെന്ന് വിചാരിക്കാം. 2 ഒരേപോലത്തെ ക്രിക്കറ്റ് ബോൾ, പണ്ടൊക്കെ ബൂസ്റ്റ് വാങ്ങുമ്പോ കിട്ടിയുന്ന ക്രിക്കറ്റ് ബോൾ ഉണ്ടായിരുന്നു, ബൂസ്റ്റിന്റെ ആ ടിന്ന് വാങ്ങുമ്പോ. അങ്ങനത്തെ 2 ഉണ്ട്. രണ്ടും എടുത്താണ് ഒന്ന് മണലിലേക്ക് മെല്ലെ എറിഞ്ഞു, ഒന്ന് നല്ല അലാക്കിന്റെ വലിയ ഉറക്കനുള്ള ഏറ്റവും എറിഞ്ഞു. എപ്പോഴാണ് നല്ല ആഴത്തിലുള്ള കുഴി ഉണ്ടാവുക? രണ്ടാമത്തെ. അതിന്റെ വെലോസിറ്റി കൂടുതലാണ്. വെലോസിറ്റി കൂടുതലാകുമ്പോ മൊമെന്റവും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതാണ് നമ്മളിവിടെ പറയുന്നത് മക്കളെ, മൊമെന്റത്തിനെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് വെലോസിറ്റി. അതാണ് നമ്മളൊരു പ്രശ്നം. ഇവിടെ ഏത് അക്ഷരം ഇട്ടുകൊടുക്കുക വെലോസിറ്റിക്ക്? വെലോസിറ്റി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടില്ല, ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടില്ല. ഏതാ കൊടുക്കുക? വി എന്നാണ് കൊടുക്കുക. കാരണം വെലോസിറ്റി എന്ന് മാത്രം പറയുമ്പോ നമുക്ക് വി എന്നുള്ള അക്ഷരമാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മള് എന്ത് ചെയ്തു? മൊമെന്റം കണ്ടെത്താനുള്ള സമവാക്യം നമുക്ക് കിട്ടി. ഇപ്പോഴും ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല. മൊമെന്റം കണ്ടെത്താനുള്ള സമവാക്യം നമുക്ക് കിട്ടി. എന്താണ്? P is equal to mv എന്ന് പറയുന്ന സമവാക്യം നമുക്ക് കിട്ടി. മൊമെന്റം കണ്ടെത്താനുള്ള സമവാക്യമാണ്
P is equal to mv എന്ന് പറയുന്ന സമവാക്യം. ഓക്കെ ആണല്ലോ? മൊമെന്റം കണ്ടെത്താനുള്ള സമവാക്യം കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ പറയാം. ആ ഇക്വേഷൻ നോക്കിയിട്ട് വേണം ഡെഫിനിഷൻ പറയാൻ. മൊമെന്റം എന്ന് പറഞ്ഞാല് ആദ്യം മലയാളത്തിൽ പറയാം. ആക്കം എന്ന് പറയുന്നത് മാസും എങ്ങനെ കണ്ടെത്തിക്കേണ്ട ഇക്വേഷൻ എന്താണ്? മാസും പിന്നെ ആരാ? വെലോസിറ്റി വെലോസിറ്റിന്റെ മലയാളം പ്രവേഗം. മാസും പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലം. മാസും പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലം. അതല്ലേ ഇവിടെ ഇതിന്റെ ആൻസർ വരിക. അപ്പൊ അതാണ് ആക്കം എന്ന്. അതാണ് നിങ്ങൾ ഡെഫിനേഷൻ എഴുതേണ്ടത്. മാസും പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലത്തിനെയാണ് ഗുണനഫലം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രവേഗം എന്ന് വിളിക്കാം. സോറി, പ്രവേഗമല്ല, ആക്കം എന്ന് വിളിക്കാം. ആക്കം എന്ന് പറഞ്ഞാല് മാസും പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലത്തിനെയാണ് ആക്കം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞോളി. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ആരൊക്കെ തമ്മിലാ? പ്രൊഡക്റ്റ് ഓഫ് ആരൊക്കെ തമ്മിലുള്ള പ്രൊഡക്റ്റാ? ആരൊക്കെ തമ്മിലാ? മാസ് ആൻഡ് വെലോസിറ്റി. മാസ് ആൻഡ് വെലോസിറ്റി, ഇതിനെയാണ് നമ്മൾ മൊമെന്റം എന്ന് വിളിക്കുക. അപ്പൊ മൊമെന്റത്തിനെ ഏത് അക്ഷരം കൊണ്ടാ സൂചിപ്പിക്കാം? മൊമെന്റത്തിനെ ഏത് അക്ഷരം കൊണ്ടാ സൂചിപ്പിക്കാം? പി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ്. പി അല്ല, പി, ഒരു പി ഉള്ളൂ കേട്ടോ. അപ്പോ മൊമെന്റത്തിനെ നമ്മൾ പി എന്ന് പറയുന്ന ഒരു അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. പി. മൊമെന്റം കണ്ടെത്താനുള്ള സമവാക്യം എന്താ? P is equal to mv. P is equal to mv. P is equal to mv. ഇനി എന്താണ് മൊമെന്റം? എന്താണ് മൊമെന്റം എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് പറയും എന്താണ്? It is the product of mass and velocity is called momentum. It is a product of mass and velocity. ഇനി മലയാളക്കാരോട് ആക്കം എന്താ എന്ന് പ്രസ്താവിക്കുക. എന്താണ് ആക്കം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? മാസും പ്രവേഗവും തമ്മിലുള്ള മാസും പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലമാണ്. മാസും പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലമാണ് എന്ത്? ആക്കം എന്ന് പറയുന്നത്. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇത് ആർക്കെങ്കിലും അറിയാത്തതുണ്ടാവാൻ പാടില്ല. P is equal to mv എന്നായിരിക്കുന്നത്. ഇത് ഇവിടെ ഗുണിച്ചക്കുണു എന്നൊരു ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളി. ഇങ്ങനെ ഏതെങ്കിലും സമവാക്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ mv എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം m ഗുണിക്കണം v എന്നാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പറഞ്ഞതാണ്. മാസ് ഗുണിക്കണം v എന്നാണ്. മാസ് ഗുണിക്കണം v എന്നാണ്. അപ്പൊ മൊമെന്റത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമായി. ഇതാണ് മക്കളെ മൊമെന്റം എന്ന് പറയുന്ന സാധനം. ഓക്കെ ആണല്ലോ? മൊമെന്റം ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇത് നോട്ടിലൊന്ന് എഴുതി കൊടുക്കുക. മൊമെന്റം എന്നുള്ള ഇംഗ്ലീഷുകാര് മൊമെന്റം എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. അത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഫിസിക്സിലെ ഫോഴ്സ്, ബലം, ഇത് എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്. അതേപോലെ ഇനി മുതൽ പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ തൽക്കാലം നിങ്ങൾക്കില്ല, +1ലും +2ലും ഒക്കെ എന്താ പറയാ എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ എപ്പോഴും ബേസിക് ആയിട്ട് പറയുന്ന ഒരു സാധനമാണ് മൊമെന്റം എന്ന് പറയുന്ന സാധനം. ഇനിയിപ്പോ ഞാൻ +2 സയൻസ് ഒന്നും അല്ലല്ലോ എടുക്കുന്നത് എന്ന് വിചാരിക്കാൻ നിൽക്കണ്ട. +2 സയൻസ് എടുത്താലും ഇല്ലെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ മൊമെന്റം അറിയാത്തവര് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കുറവാണ്. അപ്പൊ മൊമെന്റം എന്താ നിങ്ങൾ ഇനി അറിയാണ്ടിരിക്കരുത് കേട്ടോ. ഇത് അറിയാണ്ടിരിക്കൂലല്ലോ? ഇക്കോ ഇതിലേ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിന്, അതായത് പോളിടെക്നിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സയൻസ് എടുക്കണം അല്ലെ? സയൻസ് എടുക്കുന്നുണ്ടാവും. അങ്ങനെ പോളിടെക്നിക് അങ്ങനെ നേരിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെ പോകാനുള്ള ആരും ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിലും ഓരോടും പറയാനുള്ളത് ഓർക്കും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഇല്ല, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ ഓർക്കും ഉണ്ട് കേട്ടോ. എഞ്ചിനീയറിംഗിനും എന്ത് പോയാലും അതിനൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോ MBBS ആണ്, എനിക്ക് ബയോളജി മാത്രം പഠിച്ചാൽ മതി അറിയാണ്ട് നിൽക്കണ്ട. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും, ബയോളജി മാത്രമേ പറ്റുള്ളൂ. ഇത് അതിനൊക്കെ ഉണ്ടാവും. ബയോളജി MBBSന് പോകണമെങ്കിലും എന്ത് വേണം? നമുക്ക് വേണം ഫിസിക്സ് വേണം, കെമിസ്ട്രി വേണം, ഒക്കെ വേണം കേട്ടോ. ഫിസിക്സും കെമിസ്ട്രി ഇല്ലാത്ത ഒരു സാധനവും ഒക്കെ ഉണ്ടാവില്ല.
അപ്പൊ ഇതൊക്കെയാണ് മക്കളെ നമ്മളെ ഇനിയിപ്പോ ആർക്കെങ്കിലും PSC എഴുതിയിട്ട് വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് കളക്ടറും ഇതൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ ഓർക്കും വേണം ഫിസിക്സ് എന്ന് പറഞ്ഞ സാധനം, കെമിസ്ട്രിയും വേണം. ആയിക്കോട്ടെ, അപ്പൊ ഇതൊന്ന് എഴുതിക്കൊള്ളി. മൊമന്റം, ആക്കം എന്നുള്ള മലയാളക്കാരൻ ഹെഡിങ് എഴുതാം, ഇംഗ്ലീഷുകാര് മൊമന്റം എന്നുള്ള ഹെഡിങ്. മൊമന്റം, ലാസ്റ്റ് M ഉണ്ട് കേട്ടോ, മൊമന്റം. കാരണം അതിങ്ങനെ പറയാനുള്ള കാരണം +1 എത്തുമ്പോ മൊമന്റ് എന്നുള്ള വേറൊരു വാക്ക് നമ്മൾ പഠിക്കാനുണ്ട്. ഇവിടെ മൊമന്റം, മൊമന്റം എഴുതിയോ? മൊമന്റം ബ്രാക്കറ്റിൽ P എന്ന് കൊടുക്കുക. ആക്കം എഴുതാ, ബ്രാക്കറ്റിൽ P എന്ന് കൊടുക്കുക. ഈ സംഭവം എന്താ എന്നുള്ളത്, അതായത് നിങ്ങൾക്ക് അറിയാം നമ്മൾ എറിയുമ്പോൾ ഉണ്ടാവുന്ന വേദന എന്ന് പറഞ്ഞ എഫക്റ്റ്, ബോള് താഴത്തേക്ക് എറിയുമ്പോൾ ആ കുഴി എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ്, അതാണ് മൊമെന്റ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിന് സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. നോട്ടിലും എക്സാമിനൊക്കെ എഴുതേണ്ട ഡെഫിനേഷൻ ഇതാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. മറ്റേ നിങ്ങൾ മനസ്സിലാക്കി കുറെ കഴിയുമ്പോഴേ ഇതിങ്ങനെ വായിക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് കിട്ടുക. ഇപ്പൊ ഈ ഇക്വേഷൻ കണ്ടാൽ തന്നെ ആ ഇക്വേഷൻ അല്ലേ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നും. ഇതെന്താ സംഭവം എന്ന് കുരങ്ങന്റെ അടുത്ത് പൂമാലിട്ടിയ മാതിരി എന്ത് ചെയ്യൂല, ഇതെന്താ സംഭവം എന്നുള്ളത് തിരിയൂല. സംഭവം ഇത് വായിച്ചാൽ ഇക്വേഷനെ കിട്ടുള്ളൂ. സംഭവം എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ സാധനം നിങ്ങൾ ഓർത്ത് വെക്കുന്ന വേണം. ഈ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലൊക്കെ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ഇതെന്താ വെച്ചാൽ നമ്മളോട് കുറെ ആൾക്കാരിങ്ങനെ ചോദിക്കണതാണ് ഈ മൊമെന്റ്. നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ പറയുമ്പോഴേ പല ആളുകളും ചോദിക്കാറുണ്ട്, എന്താ സാറേ ഈ മൊമെന്റ് എന്ന് പറഞ്ഞാല് എന്നുള്ളത്. ഇത്രയും കാലമായിട്ട് നമുക്ക് ഈ മൊമെന്റം പണ്ട് മുതലേ ഓർക്ക് അറിയാം, എന്താണെന്നറിയാം, ഇക്വേഷൻ അറിയാം, ഡെഫിനേഷൻ ഒക്കെ അറിയാം. പക്ഷെ എന്താ സംഭവം എന്നുള്ള അറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ആവരുത്. എന്താ സംഭവം നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നോക്കാം, മൊമെന്റം എന്ന് പറഞ്ഞ സാധനം നമുക്ക് കിട്ടി. ഇനി നിങ്ങൾ എഴുതേണ്ടത് മൊമെന്റത്തിന്റെ സമവാക്യം എഴുതാം. P = mv. താഴെ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് വെക്കട്ടോ. ഈ ആക്കം മൊമെന്റം എന്ന് എഴുതിയിട്ട് ഈ സമവാക്യം എഴുതാം താഴെ ഒരു ബോക്സിലാക്കിയിട്ട്. എഴുതിയോ? എഴുതില്ലേ? ഓക്കെ. ഇനി ഇതിലെ ഓരോ അക്ഷരങ്ങളും എന്താണ് എന്നുള്ളത് എടുത്ത് എഴുതുക. P എന്നുള്ളത് എന്താ? P എന്ന് എഴുതുക, അതിന്റെ നേരെ എഴുതുക ആക്കം അല്ലെങ്കിൽ മൊമെന്റം. P ആക്കം അല്ലെങ്കിൽ മൊമെന്റം എന്ന് എഴുതുക. ഇംഗ്ലീഷുകാര് മൊമെന്റം എന്നും മലയാളക്കാര് ആക്കം എന്നും എഴുതുക. കഴിഞ്ഞു. ഇനി തൊട്ട് താഴെ M എന്ന് എഴുതാം. M എഴുതിയോ? M എന്താ? പിന്നെ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്, മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ അതിന്റെ മാസ് തന്നെയാണ് പറയാ. മാസ് എന്ന് എഴുതാം. V എന്താ? V എന്നുള്ളടത്ത് എഴുതി കൊടുക്കുക. ഇവിടുത്തെ V പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി. മലയാളക്കാര് പ്രവേഗം എന്നും ഇംഗ്ലീഷുകാര് വെലോസിറ്റി എന്ന് എഴുതാം. ശരി. ഇനി അതിന്റെ ഡെഫിനിഷൻ താഴെ എഴുതി കൊടുക്കുക. ഒരു പോയിന്റ് ആക്കിയിട്ട് എഴുതാം. മലയാളക്കാർ ഇത് എഴുതാം, മാസും പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലമാണ് ആക്കം. മാസും പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലമാണ് ആക്കം. മാസും പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലമാണ് ആക്കം. ഇംഗ്ലീഷിൽ എഴുതാം, ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് mass and velocity. It is the product of mass and velocity. മാസും പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലമാണ് ആക്കം. It is the product of mass and velocity. എഴുതിയോ? Yes, sir. Yes, sir. Yes, sir. ഇനി നമുക്ക് ഇതിന്ന് ചെറിയൊരു സംഭവം കൂടി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഈ തിയറി പാർട്ട് അവസാനിപ്പിക്കാം. മാസും വെലോസിറ്റി തമ്മിലുള്ള ഗുണനഫലമാണ് മൊമെന്റം എന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് ഇനി വേണ്ടത് മൊമെന്റത്തിന് ഒരു യൂണിറ്റ് ഉണ്ടാക്കണം. മൊമെന്റത്തിന്റെ യൂണിറ്റ് ഉണ്ടാക്കാൻ ഭയങ്കര പണിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ചിലപ്പോ 8ാം ക്ലാസ് പഠിച്ചവർക്ക്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല അല്ലെ? ഞാൻ പറഞ്ഞോളി, മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. കിലോഗ്രാം. വെലോസിറ്റിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. Meter per second. മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് മൊമെന്റത്തിന്റെ യൂണിറ്റ്. ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള വേറെ രീതിയിൽ നമുക്ക് എഴുതിക്കൂടാ. കിലോഗ്രാം ഇങ്ങനെ എഴുതിയിട്ട് മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള എങ്ങനെ എഴുതാൻ പറ്റുക? മീറ്റർ
ഇങ്ങനെ എഴുതിക്കൂടെ, സെക്കൻഡ് റൈസ് ടു -1 എന്ന് എഴുതിക്കൂടെ? -1. ആ, അപ്പൊ ഇതാണ് മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതൊന്ന് എഴുതിച്ചോളൂ. മൊമെന്റത്തിന്റെ ആക്കത്തിന്റെ യൂണിറ്റ്, മൊമെന്റത്തിന്റെ അല്ല ആക്കത്തിന്റെ യൂണിറ്റ്, യൂണിറ്റ് ഓഫ് മൊമെന്റം. അങ്ങനെ എഴുതാം. എന്നിട്ട് ഇത് എഴുതാം, യൂണിറ്റ് ഓഫ് മൊമെന്റം, ആക്കത്തിന്റെ യൂണിറ്റ് എന്നിട്ട് ഇത് എഴുതി കൊടുക്കുക. രണ്ടും എഴുതാം കേട്ടോ. ഞാൻ ആർക്കെങ്കിലും ഇത് തിരിയാത്തുണ്ടെങ്കിൽ ഇത് എഴുതിക്കാം, ഇത് തിരിയാത്തവരുണ്ടെങ്കിൽ ഇത് എഴുതിക്കാം. രണ്ടും കൊണ്ട് എഴുതിക്കോളി. ഓക്കെ, അപ്പൊ ഇതോടുകൂടി മൊമെന്റം എന്ന് പറയുന്ന സംഭവം തൽക്കാലത്തേക്ക് നമ്മൾ നിർത്തുക. ഇനി ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എഴുതിക്കും, വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് ഗുണിക്കാനേ ഉള്ളൂ. പിന്നെ ഇത് വേഗം ചെയ്യാം. സർ ഈ അന്ത്യക്കം എന്താ? അന്ത്യാക്കം അല്ലെ, അത് നമുക്ക് പറയാം. ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ടാവും, ആദ്യാക്കം അന്ത്യാക്കം എന്നൊക്കെ ഉണ്ടാവും, നമുക്ക് പറയാം. അതിന് മുമ്പ് ഇതിന്റെ 2 ക്വസ്റ്റ്യൻസ് എഴുതിക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. അപ്പൊ നമുക്ക് 40 കിലോഗ്രാം ഭാരമുള്ള, ഭാരമല്ല മാസുള്ള, ഭാരം വേണ്ട മാസ്, 40 കിലോഗ്രാം മാസുള്ള ഒരു കുട്ടി, 40 കിലോഗ്രാം മാസുള്ള ഒരു കുട്ടി 20 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്നു എങ്കിൽ ആ കുട്ടിയുടെ ആക്കം എത്ര? ഇംഗ്ലീഷിൽ എഴുതാം. A boy of 40 kilogram, a boy of 40 kilogram is running at a speed of, a boy at 40 kilogram is running at a speed of 20 meter per second. What is the momentum of the boy? A boy of 40 kilogram is running at a speed of 20 meter per second. A boy is running 40, a boy of mass 20, and then a boy of 40 kilogram mass is running 20 meter per second. At 20 meter per second. What is the momentum of the boy? 40 കിലോഗ്രാം മാസുള്ള ഒരു കുട്ടി 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു എങ്കിൽ ആ കുട്ടിയുടെ പ്രവേഗം, ആ കുട്ടിയുടെ ആക്കം എത്ര? അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിനിപ്പോ എത്ര സിമ്പിൾ ആയിക്കോട്ടെ, എത്ര ഇതൊക്കെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. എത്ര സിമ്പിൾ ആയാലും എത്ര ടഫ് ആയാലും ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. നമ്മൾ എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ കിട്ടിയാലും എത്ര ടഫ് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം ചെയ്യേണ്ടത് അതിൽ തന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. നമുക്ക് ഇതിൽ തന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ, ആയിക്കോട്ടെ നിങ്ങളൊന്ന് പറഞ്ഞോളൂ. ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ എടുത്തെഴുതാല്ലേ? കിലോഗ്രാം എം എന്നാ കൊടുക്കുക. മാസ് നമുക്ക് ഫുൾ ആയിട്ട് എഴുതണ്ട, എം എന്ന് കൊടുത്താൽ മതി. എം സമം എത്രയാണ്? 40 കിലോഗ്രാം. 40 കിലോഗ്രാം. ഓക്കെ, അടുത്ത എന്താ അടുത്ത് എഴുതാനുള്ളത്? അതിന്റെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി ഏത് അക്ഷരം കൊണ്ടാ സൂചിപ്പിക്കാം? വി സമം 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്താണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്? എന്ത് കാണാനാ പറഞ്ഞത്? ഇല്ലേ? പി സമം, കാണാതെ സമവാക്യം കാണാനല്ലേ? സമവാക്യം എഴുതിക്കോളി. സമവാക്യം എന്താ? പി സമം എം വി. നമുക്ക് ഇതിന് ഓരോന്നിന്റെ അക്ഷരം കൊടുക്കുകയാണ്. സമം എം എന്നുള്ളത് 40 കിലോഗ്രാം ആണ്. അപ്പൊ 40 എന്നുള്ളത് മാത്രം എഴുതി. ഇനി ഇവിടെ എന്താ വേണ്ടി? ഇൻറ്റു എന്നിടണോ, ഹരിക്കണം എന്നിടണോ, പ്ലസ് ഇടണോ, മൈനസ് ഇടണോ? എന്താ വേണ്ടി ഇവിടെ? എന്ന് പറഞ്ഞാൽ എം ഗുണിക്കണം വി എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇൻറ്റു എന്നുള്ള സൈൻ ഇട്ടു. ഇനി വി എത്രയാണ്? 20. കൂടി ഗുണിക്കാന് 4 2 8, ഇവിടുത്തെ ഒരു 0, ഇവിടുത്തെ ഒരു 0, 800. 800 എന്ന് കിട്ടി. ഇനി നമുക്ക് അതിന്റെ യൂണിറ്റ് എഴുതണം. 800 യൂണിറ്റ് എന്താ? മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താന്ന് നമ്മൾ പറഞ്ഞത്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്.
കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇതാണ് മക്കളെ മൊമെന്റം കണ്ടെത്താനുള്ള എന്താ പറയാ വഴി എന്ന് പറയുന്നത്. മൊമെന്റം ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക. ആയിക്കോട്ടെ, അപ്പൊ ഇതോടുകൂടി മൊമെന്റം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഒരു ക്വസ്റ്റ്യനും കൂടി പറഞ്ഞുതരാം, അല്ലെങ്കിൽ വേണ്ട നമുക്ക് അടുത്തും കൂടി പറഞ്ഞിട്ട് ചെയ്യാം, ഒരുമിച്ച് ചെയ്യാം. ഇത് മനസ്സിലാവാത്ത ആരുമില്ലല്ലോ? നോ സർ. ഇല്ല. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളി. ആ ക്വസ്റ്റ്യനോട് കൂടി നമുക്ക് കണ്ട് പറയാം. ഒരു കാർ എന്താ ഒരു 1000 കിലോഗ്രാം മാസ് ഉള്ള, നിങ്ങൾ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. 1000 കിലോഗ്രാം മാസ് ഉള്ള ഒരു കാർ, അങ്ങനെ എഴുതാം. 1000 കിലോഗ്രാം മാസ് ഉള്ള ഒരു കാർ, 1000 കിലോഗ്രാം മാസ് ഉള്ള ഒരു കാർ നിശ്ചലാവസ്ഥയിൽ നിന്നും തുടങ്ങി നിശ്ചലാവസ്ഥയിൽ നിന്നും തുടങ്ങി 10 സെക്കൻഡ് കൊണ്ട് അതിന്റെ പ്രവേഗം 100 മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റി. അതിന്റെ പ്രവേഗം 100 മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റി. 100 മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റി എങ്കിൽ കാറിന്റെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യ പ്രവേഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തിലുള്ള പ്രവേഗം. ആദ്യ പ്രവേഗം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തിലുള്ള പ്രവേഗം. അപ്പൊ രണ്ട് പ്രവേഗം ഉണ്ടാവോ? ഉണ്ടാവും. എന്താ നമുക്ക് പറഞ്ഞുതരാം. കാറിന്റെ ആദ്യ പ്രവേഗം എത്ര? രണ്ടാമത്തത് കാറിന്റെ അന്ത്യപ്രവേഗം എത്ര? അതിന് തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അന്ത്യപ്രവേഗം എത്ര? സർ അക്കല്ലേ? അക്കോ? അക്കതാ ആദ്യമല്ലേ? ഏതാ? ആദ്യക്കും അന്ത്യക്കും. സോറി, അതാണ് ഞാൻ മറന്നാണ്. കാറിന്റെ ആദ്യ ആക്കം എത്ര? കാറിന്റെ ആദ്യ പ്രവേഗം അല്ല കേട്ടോ, പ്രവേഗം എന്ന് വിട്ട ഞാൻ പറഞ്ഞപ്പോ മാറിയതാണ്. കാറിന്റെ ആദ്യ ആക്കം എത്ര? കാറിന്റെ അന്ത്യ ആക്കം എത്ര? രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. കാറിന്റെ ആദ്യ ആക്കം എത്ര? കാറിന്റെ അന്ത്യ ആക്കം എത്ര? അക്കെന്നല്ലോ, ആക്കെന്നല്ല നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആന്നുള്ളേ. നിങ്ങള് അങ്ങനെ വെക്കണേ, അതല്ല എന്ന് പറയാൻ ചെയ്യണേ, ആക്കം എന്നാണ്. അപ്പൊ അക്കെന്നല്ല കേട്ടോ. ആയിക്കോട്ടെ. കാറിന്റെ ആദ്യ ആക്കം എത്ര? കാറിന്റെ അന്ത്യ ആക്കം എത്ര? ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളി, മലയാളക്കാർ ഒരു കാര്യം ചെയ്തോളി, തന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതിക്കോളി. അതിനോട് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതിക്കോളി. ഇംഗ്ലീഷ് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളി. A car of mass 1000 kilogram. A car of mass 1000 kilogram is starting from rest. A car of mass 1000 kilogram is starting from rest. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. Its velocity become 100 meter per second. Its velocity become 100 meter per second within 10 seconds. Within 10 seconds. What is the രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. A, B എഴുതിയിട്ട് എഴുതുക. A question, what is the initial momentum? What is the initial momentum?
രണ്ടാമത്തത് what is the final momentum? What is the initial momentum? രണ്ടാമത്തത് what is the final momentum? What is the initial momentum and what is the final momentum? ക്വസ്റ്റ്യൻ എഴുതിയോ നിങ്ങള്? എഴുതി കഴിഞ്ഞോ? എഴുതിയോ? Yes, sir. കാര്യങ്ങൾ എടുത്ത് എഴുതിക്കോളി. എന്നിട്ട് നമുക്ക് അത് ശരിയാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. എന്ന കാര്യങ്ങൾ വേദിക്കോളി കഴിഞ്ഞാൽ പറയും, എടുത്തെഴുതി കഴിഞ്ഞാൽ പറയും, എന്നിട്ട് വേണം നമുക്ക് ബോർഡിൽ എഴുതാൻ. ഇക്വേഷൻ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് തന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് എടുത്ത് എഴുതിയാൽ മതി. കഴിഞ്ഞോ? കഴിഞ്ഞാ പറയും. സർ ആദ്യാക്കും അന്ത്യാക്കും ഏതക്ഷരത്തോണ്ട സൂചിപ്പിക്കുക? രണ്ടിന് നമ്മൾ പി തന്നെ കൊടുക്കുക. നമുക്ക് വേറെ അക്ഷരങ്ങളൊന്നും ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യ ആക്കത്തിന് P1 എന്ന് എഴുതാം, അല്ലെങ്കിൽ P ആദ്യം എന്ന് എഴുതാം. P1 എന്ന് എഴുതാം, അതല്ലേ ആദ്യത്തെ ആക്കം P1 എന്ന് എഴുതാം. രണ്ടാമത്തെ ഫൈനൽ ആക്കത്തിന് നമുക്ക് P2 എന്ന് എഴുതാം. അല്ല അപ്പൊ എന്താ രണ്ടക്ഷരം രണ്ടിനും പി തന്നെ കൊടുക്കാം. ഓക്കെ, എഴുതിയോ? എടുത്തെഴുതി കഴിഞ്ഞു നിങ്ങള്? യെസ് സർ. ഒന്ന് പറഞ്ഞാട്ട് എന്തൊക്കെ നിങ്ങൾ എടുത്തെഴുതിയോ? ആദ്യം പറഞ്ഞു എ കാർ ഓഫ് മാസ് 1000 കിലോഗ്രാം, 1000 കിലോഗ്രാം മാസ് ഉള്ള ഒരു കാർ. അവിടെ എന്താ കിട്ടി? മാസ് 1000. അക്ഷരം പറയും. M. 1000 കിലോഗ്രാം. ഓക്കെ, അത് കിട്ടി. ഇനി അടുത്ത നിങ്ങൾ എന്താ എടുത്തെഴുതിക്കുന്നത്? അതാണ് അടുത്ത എന്താ എടുത്തെഴുതിക്കണ്ടേ? U is equal to 0 meter per second. U is equal to 0 meter per second. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇത് എവിടുന്ന 0 കുട്ടി? ആ ക്വസ്റ്റ്യനിൽ 0 ഒന്നും പറഞ്ഞിട്ടില്ല, പിന്നെ അവിടെ നിങ്ങൾക്ക് 0 കിട്ടി എന്ന് പറഞ്ഞിട്ടാണ്. Initial velocity. A car is starting from rest. State of rest. A car is starting from rest. റെസ്റ്റിൽ നിന്നും തുടങ്ങി. ഒരു കാർ നിശ്ചലാവസ്ഥയിൽ നിന്നും തുടങ്ങി. നിശ്ചലാവസ്ഥ എന്ന് കണ്ടാൽ പിന്നെ നമുക്ക് ഒരു അടങ്ങിയിരിക്കാൻ പറ്റില്ല, എന്റെ വെലോസിറ്റി 0 എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നിശ്ചലാവസ്ഥയിൽ നിന്നും തുടങ്ങി, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്, റെസ്റ്റിൽ നിന്നും തുടങ്ങി എന്ന് പറയുമ്പോ ഇനീഷ്യൽ വെലോസിറ്റി 0. അത് അവിടെ നിന്നാണ് കിട്ടിയത്, അല്ലാതെ അവിടെ 0 എഴുതി കൊടുത്തതല്ല. ആയിക്കോട്ടെ, അടുത്തത് പറയും. പിന്നെന്താ നിങ്ങൾ എടുത്ത് എഴുതിക്കണേ? V is Final. meter per second. Final velocity. ഫൈനൽ വെലോസിറ്റിയുടെ V എന്ന് പറയുന്നത് രണ്ടാമത് പറഞ്ഞ വെലോസിറ്റി എത്രയാണ്? 100 meter per second. 100 meter per second. ഓക്കെ, എടുത്ത് എഴുതാനുള്ളത് കഴിഞ്ഞു. വേറെ പിന്നെന്തെങ്കിലും തന്നിക്കണോ? Time. ടൈമിനെ ലക്ഷം കൊണ്ട് സൂചിപ്പിക്കാം. എത്രയാണ്? 10 seconds. 10 seconds. 10 സെക്കൻഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ എടുത്തെഴുതി കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കാം. നമ്മളോട് ചോദിച്ചു ആദ്യ ആക്കം എത്ര എന്ന് ചോദിച്ചു. ആദ്യ ആക്കം എന്ന് പറഞ്ഞാല് ഈ കാറിന് ആദ്യത്തിലാണ്. നമ്മള് ആദ്യ പ്രവേഗം ഉണ്ട്, അന്ത്യപ്രവേഗം ഉണ്ട്, 2 പ്രവേഗങ്ങളില്ലേ? അപ്പൊ ഈ 2 സമയത്തും 2 ആക്കേക്കാൻ നമുക്ക് കിട്ടുക. പ്രവേഗം മാറുമ്പോ ആക്കം മാറും. കാരണം നമുക്കറിയാം നമ്മളെ ഇക്വേഷന് MV എന്നാണ്. അപ്പൊ അവിടെ പ്രവേഗത്തിന് മാറ്റം ഉണ്ടാകുമ്പോ ആക്കത്തിന് മാറ്റം ഉണ്ടാവും. മൊമന്റത്തിന് മാറ്റമുണ്ട്. മൊമന്റം എന്ന് പറയുന്നത് M*V എന്നാണ്. വെലോസിറ്റി മാറുമ്പോ എന്തും മാറും? മൊമന്റവും മാറും. അപ്പൊ നമ്മള് മൊമന്റത്തിന്റെ ഇക്വേഷൻ എഴുതാണ് കേട്ടോ. ആദ്യ ആക്കം നമുക്ക് പറഞ്ഞ മാതിരി രണ്ടിനും കൂടി ഒരു അക്ഷരം കൊടുത്താൽ ചിലപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഇവിടെ ചെറുതായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചെറുതായിട്ട് ഇവിടെ 1 നിട്ടും. ആദ്യ ആക്കം അല്ലെങ്കിൽ ഇനീഷ്യൽ മൊമന്റം. ഇനീഷ്യൽ തുടക്കത്തിലുള്ള മൊമന്റം. അപ്പൊ നമ്മളെ ഇക്വേഷനെ M ഇൻറ്റു ശരിക്കുള്ള ഇക്വേഷൻ ഏതാ? മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ ഏതാ? M ഇൻറ്റു Is equal to M. P is equal to MV എന്നുള്ളതാണ്. ഇവിടെ തൽക്കാലം V എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാണോ എന്ന് അങ്ങോട്ട് വിചാരിക്കുമല്ലോ. അങ്ങനെ വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആദ്യ ആക്കല്ലേ? ആദ്യ ആക്കമാണ്, ഇനീഷ്യൽ മൊമെന്റം ആണ്. ഇനീഷ്യൽ മൊമെന്റം ആകുമ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടി വരിക ഇനീഷ്യൽ വെലോസിറ്റി കൊടുക്കേണ്ടി വരുമല്ലോ. ആ സമയത്തുള്ള വെലോസിറ്റി അല്ലേ കൊടുക്കണ്ടേ, അല്ലാതെ ഇവിടെയും കൊണ്ടേക്കാണ്ട് ഈ V കൊണ്ടേ എഴുതരുത്. അപ്പൊ നമുക്ക് ഇവിടെ ഇനീഷ്യൽ ആക്കത്തിനെ
mu എന്ന് കൊടുക്കാം ഇക്വേഷൻ. ഇനീഷ്യൽ ആക്കത്തിന്റെ ഇക്വേഷൻ എന്ത് കൊടുക്കാം? mu എന്ന് കൊടുക്കാം. അതിൽ ഓരോന്നും കൊടുക്കാം. m എത്രയാണ്? m എത്ര? 1000 1000 kilogram. 1000 kilogram. 1000. അപ്പൊ കിലോഗ്രാം ഇടേണ്ട ആവശ്യമില്ല, ലാസ്റ്റ് ഇട്ടാൽ മതി. 1000 ഇൻറ്റു u എത്ര? 0. 0. 0. രണ്ടും കൂടി ഗുണിക്കുമ്പോ ആൻസർ എത്ര? 0. 0. 0 ആണ്, 1000 ആണ്. എത്രയാണ് ആൻസർ? 0. 0 കൊണ്ട് ഏത് സംഖ്യയെ ഗുണിച്ചാലും 0 ആണ് ആൻസർ വരിക. അപ്പൊ നമുക്ക് ഇവിടെ ഇനീഷ്യൽ ആക്കം 0 എന്ന് കിട്ടി. ഇനി വേണമെങ്കിൽ യൂണിറ്റ് ഒക്കെ എഴുതാം. യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അത് കിട്ടി. ഇനി അന്ത്യാക്കം കാണണം. അന്ത്യാക്കം, ഫൈനൽ മൊമെന്റം. ഫൈനൽ മൊമെന്റം ഫൈനൽ നമുക്ക് വേണമെങ്കിൽ അക്ഷരം പി തന്നെയാണ്, P2 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു m ഇൻറ്റു v എന്ന് V. കൊടുക്കുമ്പോ v എന്നാണോ u എന്നാണോ കൊടുക്കേണ്ടി? ഫൈനൽ മൊമെന്റം, ഫൈനൽ ഫൈനൽ വെലോസിറ്റിന്റെ അക്ഷരം v എന്നാണ്, അതുകൊണ്ട് v തന്നെ കൊടുത്തു. ഇസ് ഈക്വൽ ടു m എത്രയാണ്? 1000. 1000 ഇൻറ്റു v എത്രയാണ്? 100. 100. രണ്ടും കൂടി ഗുണിക്കണം. ഗുണിക്കാൻ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. ഒന്നും ഗുണിക്കുക. ഒന്നും ഗുണിച്ചാട്ടെ ഒരൊന്ന് 1. ഇനി ഇവിടെ എത്ര 0 ഉണ്ട് നോക്കാം? 1 2 3 3 0. അത് 3 നമ്മൾ ഇട്ടു. അപ്പുറത്ത് എത്ര 0 ഉണ്ട്? 2. 2 0 ഇട്ടു. പരിപാടി ഇത്ര ഉള്ളു ഗുണിക്കാൻ മതി. ഇനി ഇത്രയും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇതും കിട്ടിയില്ലേ? Yes, sir. Yes. ഒറ്റ കാര്യം കൂടി നമുക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യ ആക്കവും അന്ത്യാക്കവും കൂടി ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ എന്താ കിട്ടുക? ആദ്യ ആക്കത്തിൽ നിന്ന് അന്ത്യാക്കം കുറക്കാം. P2 P1 കുറക്കാം. അന്ത്യാക്കത്തിൽ നിന്ന് ആദ്യാക്കം കുറക്കാം. ഫൈനൽ മൊമെന്റത്തിൽ നിന്നും ഇനീഷ്യൽ മൊമെന്റം മൈനസ് ചെയ്യും. ഫൈനൽ മൊമെന്റം എത്ര കിട്ടിയിട്ടുണ്ട്? 1,00,000 അല്ലെ? 1,00,000 നിന്നും ഇനീഷ്യൽ മൊമെന്റം 0 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ എത്ര കിട്ടുക? 1 lakh. 1 lakh. 1 lakh തന്നെ കിട്ടും. ഇത് നമുക്ക് ഒരു പേര് വിളിക്കട്ടെ, ചേഞ്ച് ഇൻ മൊമെന്റം. മൊമെന്റത്തിലുണ്ടായ മാറ്റം. ആദ്യം 0 ആയിരുന്നു മൊമെന്റം, പിന്നീട് 1,00,000 അപ്പൊ നമുക്ക് എന്ത് പറയാം? ചേഞ്ച് ഇൻ മൊമെന്റം. മൊമെന്റത്തിന്റെ എന്താ പറയാ മലയാളത്തിൽ പറയുമ്പോ ചേഞ്ച് ഇൻ മൊമെന്റത്തിന് നമ്മൾ മലയാളത്തിൽ എന്ത് പറയാ? ആക്ക വ്യത്യാസം. ആക്ക വ്യത്യാസം. അതും കൂടി നിങ്ങൾ താഴെ എഴുതി കൊടുക്കുക. ചേഞ്ച് ഇൻ മൊമെന്റം എഴുതിയിട്ട് ഇത് എഴുതിക്കാണ്ട് 1 lakh എന്നുള്ള സംഭവം കൂടി എഴുതി കൊടുക്കുക. ആക്ക വ്യത്യാസം. ആക്ക വ്യത്യാസം. ആക്ക വ്യത്യാസം എന്നിട്ട് ഇത് എഴുതാം. ചേഞ്ച് ഇൻ മൊമെന്റ് അല്ലെങ്കിൽ ആക്ക വ്യത്യാസം എഴുതിയിട്ട് ഇത് എഴുതാം. കഴിഞ്ഞാൽ മതി. ഇതുവരെ എഴുതണം കേട്ടോ. അതൊക്കെ എഴുതണം. അതൊക്കെ എഴുതിയിട്ട് ഇതും കൂടി എഴുതാം. ആക്ക വ്യത്യാസം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റ്. കഴിഞ്ഞു. Sir, കഴിഞ്ഞു. ആക്ക വ്യത്യാസം ഇത്ര എഴുതിയല്ലോ. ഇനി നമുക്ക് പറയാനുള്ളത് ആക്ക വ്യത്യാസ നിരക്കാണ്. ഇതുവരെയാണ് നിരക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ആക്ക വ്യത്യാസം വരെ നമ്മളായി. ഇനി ആക്ക വ്യത്യാസ നിരക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പൊ ഇത്രയാണ് ഇത് പറയാനുള്ളത്. അപ്പൊ ഇതോടുകൂടി നമ്മൾ ആക്കത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം തീരുന്നത് വരെ ആക്കം ഉണ്ടാവും. നമുക്കൊരു ആക്കം ഉണ്ടാവൂല. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇന്ന് പറഞ്ഞതിൽ ആർക്കെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും